നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ ഇടയ്ക്കൊരു പത്രമാധ്യമം നടത്തിയ ഒരു സർവേയിൽ അതെ ഒരു സെമിനാറിൽ സാർ അത് കണ്ടിരുന്നല്ലോ. ഈ പെൺകുട്ടികളുടെ സെമിനാറാണ് നടത്തിയത്. അപ്പോൾ അതിൽ ഈ പെൺകുട്ടികളെ പറ്റി ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചൊക്കെ ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ്, കൂടുതൽ സ്ത്രീകളുടെ അടുത്ത് സദാചാര പോലീസൊന്നും നടത്തുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ഇതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നിഷേധിച്ചിരിക്കുന്നു, അതാണ് ആവശ്യം, അല്ലാതെ സദാചാര പോലീസ് അല്ല കളിക്കേണ്ടത് എന്നുള്ളത്. സുരക്ഷിതത്വം വേണം, അതിനോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം വേണം എന്നുള്ള പല പെൺകുട്ടികളും പറയുന്നുണ്ട്. അപ്പോൾ എത്തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്? അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം അമിതമാകുമ്പോഴല്ലേ സദാചാരം പലപ്പോഴും വരുന്നത്? എന്തായാലും മലയാള മനോരമയാണ് ഒരു സെമിനാർ സംഘടിപ്പിച്ചത്. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് വളരെ അർത്ഥപൂർണമായി എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമ്മൾ പലതരത്തിലുള്ള രാഷ്ട്രീയ വികസനത്തിൻ്റെ ചർച്ചകളൊക്കെ ധാരാളം, അതിനൊരു കുറവുമില്ല. വികസന ചർച്ചകൾ വീണ്ടും നടത്താൻ പോവാണ് CPM, അതിനൊരു പഞ്ഞവുമില്ല. പക്ഷേ വികസനം മാത്രം നടക്കുന്നില്ല. അപ്പോൾ അത് അർത്ഥപൂർണ്ണമല്ലാത്ത ഒരു അശ്ലീലമായിട്ട് തീർന്നിരിക്കുന്നു. പക്ഷേ നമുക്ക് ഈ അശ്ലീലമെന്ന് തോന്നാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് മലയാള മനോരമ ഒരു തുറന്ന ചർച്ച നടത്തിയിരിക്കുന്നത്. അർത്ഥവത്താണെന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മളിപ്പോൾ ജീവിക്കുന്ന പഴയ തലമുറയിലെ കാലത്തല്ല, ജനറേഷൻ നെക്സ്റ്റാണ്, ജെൻ സി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. ആ മാറ്റം ക്രമേണ നമ്മൾ മാറ്റിയാലും ഇല്ലെങ്കിൽ സമൂഹത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റും അവകളീ നിങ്ങളെത്താൻ എന്ന് കുമാരനാശാൻ പാടിയതുപോലെ തന്നെ അതിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ചിലയിടത്തൊക്കെ മാറുന്നുണ്ട്. ആ മാറ്റമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറുമല്ലാത്ത വല്ലാത്ത ഒരു സ്ഥിതി വിശേഷത്തിലൂടെയാണ് ഇപ്പോൾ കേരളം പോകുന്നത്. കേരളത്തെപ്പറ്റി ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള ഈസ് സെക്ഷലി സ്റ്റാർവ്ഡ് എന്നാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ അതിനോട് യോജിക്കാൻ പറ്റുകയില്ലെങ്കിലും ചില സത്യങ്ങളുണ്ട്. ചില സത്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. നമ്മൾ ഈ പട്ടിണിയുടെ അടയാളങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ അടയാളങ്ങളാണ്. തീവണ്ടിയിൽ ഞാൻ തന്നെ കണ്ടതാണ്. മറ്റൊന്നും എനിക്ക് ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്, കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയാണ്. എതിരെ ഒരു പുരുഷനിരിക്കുന്നു. അവനിങ്ങനെ പെൺകുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. മറ്റെന്തെല്ലാം മനോഹരമായ കാഴ്ചകൾ, പ്രകൃതി ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അവൻ നോക്കാതെ ഈ പെൺകുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. വളരെ എൻ്റെ മകളാണതെങ്കിലും എനിക്കിഷ്ടപ്പെടുമോ? അത് ശരീരസ്പർശമൊന്നുമില്ല, ഓപ്പോസിറ്റ് സീരിയലിരിക്കുകയാണ്. പക്ഷേ ഈ നോട്ടമെന്ന് പറയുന്നത് ഇപ്പോൾ കുറ്റമാണ്. പുതിയ നിയമം അനുസരിച്ച് BNS അനുസരിച്ച്, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കുറ്റമാണ്. ഒരു അര സെക്കൻഡിൽ കൂടുതൽ പെൺകുട്ടികളെ ഇങ്ങനെ ആവശ്യമില്ലാതെ നോക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ചർച്ചകൾ നടത്തുമ്പോൾ നോക്കി പോകും, അത് വേറൊരു കാര്യം. പക്ഷേ ആവശ്യമില്ലാതെ നോക്കാൻ പാടില്ല. ഇൻഡീസൻറ്റ് ലുക്ക് എന്നാണ് ഞാൻ പറയുന്നത്. അത് പാടില്ലെന്നുള്ളതാണ് ഇപ്പോൾ കുറ്റം. പക്ഷേ ഇത് എവിടെ ആരന്വേഷിക്കുന്നു? ഇപ്പോഴും ധാരാളമായിട്ട് നടക്കുന്നു. നയനഭോഗം എന്നാണ് ഇതിന് നമ്മൾ പറയാറ്. ഇയാൾ അതിങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഭാര്യയും ഞാനും കൂടി ഇങ്ങനെ പോയപ്പോൾ ഒരു മാടക്കടയുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഇറച്ചി കണ്ട പട്ടിയെപ്പോലെ എന്ന് തന്നെ പറയാം നോക്കി നിൽക്കുക. എനിക്ക് കൂടെ ഇവിടെ ഒറ്റയ്ക്കുള്ളപ്പോഴാണെങ്കിൽ എനിക്ക് കാണണ്ടല്ലോ. ഞാനും കൂടെ പോകുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അത് ശാരീരിക സ്പർശമില്ല, ഈ പറഞ്ഞ കുറ്റകരമായിട്ടൊന്നുമില്ല. പക്ഷേ ഈ വായ്നോട്ടം ഇപ്പോൾ കുറ്റകരമാക്കിയിട്ടുണ്ട്. ഈ വായ്നോട്ടം അത് നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ സർവ്വത്ര നടക്കുന്നു. ഒരു ഡീസൻസിയും ഇല്ലാതെ മാന്യന്മാരെന്നും നമുക്ക് തോന്നുന്ന മാന്യമായിട്ടുള്ള വേഷങ്ങൾ ധരിച്ച ആൾക്കാർ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ സെക്സിബിഷൻ എന്ന് പറയുന്നത്. പ്രദർശന പരത എന്ന് പറയുന്ന സംഗതി അത് നടക്കുന്നുണ്ട്. അതും ധാരാളമായിട്ട് പല സ്ഥലങ്ങളിൽ പെൺകുട്ടികൾ അത് പറയാറില്ല. പെൺകുട്ടികളുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ മൊബൈൽ എന്ന് ഞാൻ പറയും. കാര്യം എന്താണെന്നറിയാം? കാരണം ഒരു പുരുഷനെതിരെ വരികയാണെങ്കിൽ, അവൻ ഇത്തരം മാനസിക വൈകല്യമുള്ളവനാണെങ്കിൽ, അവൻ ഒരു ഈ പറയുന്ന പെർവെർട്ടഡ് ആണെങ്കിൽ, പ്രകൃതി വിരുദ്ധനാണെങ്കിൽ, ഇവിടെ അടുത്ത് എന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ, സാഹചര്യം അനുകൂലമാണെങ്കിൽ, മറ്റാരും അടുത്തില്ലെങ്കിൽ പച്ചത്തെറികൾ തന്നെ പറയും. അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യ അനുഭവം പറഞ്ഞിട്ടുണ്ട്. പച്ചത്തെറിയാണ് പറയുന്നത്. ഇവൻ അമ്മയും സഹോദരിമാരും ഒന്നും ഇല്ലേ നമ്മൾ പറയാൻ കൊള്ളാത്ത തെറികളാണ്. അസഭ്യം പറയാറുണ്ട്. ഞാൻ ചോദിക്കുന്നില്ല രഞ്ജനിക്ക് ഇങ്ങനെ അനുഭവങ്ങളുണ്ടാകും. പൊതുവേ നമ്മുടെ സ്ത്രീ ജനത അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. പിന്നെ അറിയാമല്ലോ, പ്രിക്കിങ്. ബസ്സിനകത്ത് പോയി കഴിഞ്ഞാൽ മുട്ടി ഒരുമി നിൽക്കുക, അതുപോലെ പ്രിക്ക് ചെയ്യുക. പിന്നെ വേറൊരു വൈകല്യമാണ് ഇപ്പോൾ മെസ്സേജ് അയക്കുക.
മെസ്സേജ് രാത്രിയാകുമ്പോൾ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. അതൊരു പിന്നെ മെസ്സേജ് കുഴപ്പമില്ല, മെസ്സേജ് കൂടാതെ പിന്നെ ഫോട്ടോകളും അയക്കും. ഇത് രണ്ടുപേര് തമ്മിലേക്ക് അങ്ങനെ ഇതൊക്കെ വന്ന് മൊബൈൽ ഒരു അനുഗ്രഹമാവുന്ന പോലെ പെൺകുട്ടികൾക്കൊരു ശാപവുമാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പരിചയപ്പെടുന്ന പെൺകുട്ടികളോടൊന്നും ഒരിക്കലും മൊബൈലിൻ്റെ നമ്പർ ഞാൻ ചോദിക്കാറില്ല. കാരണം ആരെങ്കിലും മെസ്സേജ് അയച്ചാലും പിന്നെ നമ്മുടേതാണെന്നൊരു ആൾ പറയും. പ്രത്യേകിച്ചും ഞാൻ പ്രായമായ ആളുകളുണ്ട്, അങ്ങനെ ഞാൻ അതിൽ നിന്ന് മുക്തനാവുന്നില്ല. കാരണം പ്രായമായ ആളുകൾക്കാണ് ഈ സൂക്കേട് കൂടുതലെന്ന് പറയുന്നു. അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ സെക്ഷുവലി സ്റ്റാർവ്ഡാണ്. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ആണിൻ്റെ 2 പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഉണ്ട്. ഈ ഹോർമോണുകളാണ് അവനെ കൂടുതൽ ഈ ലൈംഗിക പ്രചോദനമുള്ളവനാക്കി മാറ്റുന്നത്, ആവശ്യമുള്ളവനാക്കി മാറ്റുന്നത്. ഒരു തരം പേ പോലാണത്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ് ഒന്ന്. മറ്റൊരു ഹോർമോൺ, അത് കഷണ്ടി കൂടി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്. അതുകൊണ്ട് കഷണ്ടി ഉള്ളവരെ എല്ലാം പേടിക്കണമെന്നൊന്നും അല്ല ഈ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഓവർ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കഷണ്ടി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പേരെന്തു ആയിക്കോട്ടെ. ഈ 2 ഹോർമോണുകളുണ്ട്. സ്ത്രീകളിൽ അങ്ങനെയുള്ള ഹോർമോണുകളുടെ ഒരു സാന്നിധ്യമില്ല. അവർക്കുള്ളത് ഈസ്ട്രജൻ എന്ന് പറയുന്ന അവരെ രോഗങ്ങളിൽ നിന്നല്ല രക്ഷിക്കുന്ന ഒരു ഹോർമോണാണ്. അവരുടെ ഈ മെനോപോസ് സ്റ്റേജ് വരെ അവരിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് മെനോപോസ് കഴിഞ്ഞിട്ട് പല സ്ത്രീകൾക്കും അസുഖങ്ങളുണ്ടാകുന്നത്. ഞാനിത് ഡോക്ടർമാരിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം പുരുഷൻ്റെയും ശരീരം അതുപോലെ സ്ത്രീയുടെയും ഫിസിയോളജികൾ തമ്മിലുണ്ട്. ആ വ്യത്യാസമാണ് സ്ത്രീകൾ ഈ കാര്യത്തിലൊന്നും ഇപ്പോൾ നോക്കൂ, ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീയെ ചുറ്റും ഏതാണ് പോയാലും അങ്ങോട്ട് നോക്കത്തില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ പുസ്തകത്തിലായിരിക്കും. അതേസമയം ഒരു പത്രം, വലിയ പ്രധാനപ്പെട്ട ഹോട്ട് ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷനാണെങ്കിൽ ഏതെങ്കിലും പെണ്ണ് അതിലൂടെ പോയി കഴിഞ്ഞാൽ അവൻ്റെ നോട്ടം ഇങ്ങനെ ഒരറ്റത്തുനിന്ന് മറ്റു വശം മുൻവശത്തുനിന്ന് പുറകുവശത്തോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് ഈ ഹോർമോണിൻ്റെയാണ്. പക്ഷേ നമ്മുടെ സംസ്കാരം കൊണ്ട് അതിനെ നിയന്ത്രിക്കേണ്ടതാണ്. അതിനാണ് നമ്മൾ സംസ്കാരമെന്ന് പറയുന്നത്. അതിനൊരു വിലങ്ങ് വയ്ക്കുന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. അടിച്ചമർത്തലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ആരോഗ്യകരമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളിൽ പുരുഷനും സ്ത്രീക്കും ഏർപ്പെടാൻ പറ്റും. ഈ കാര്യം തന്നെയാണ് ആ സെമിനാറിൽ പറഞ്ഞത്. ഇങ്ങനെ ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അതായത് എനിക്കൊരു പുരുഷ സുഹൃത്തുള്ളതുപോലെ ഒരു സ്ത്രീ സുഹൃത്തുമാകാം. അങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് പോകുമ്പോൾ സദാചാര പോലീസ് ചമഞ്ഞിട്ട് പലരും വരും. കഴിഞ്ഞ ദിവസം കണ്ട അങ്ങനെ 2 ചെറുപ്പക്കാരെയും കൂടെ പോവുക. പത്രക്കാർ തന്നെ സദാചാര പോലീസായിട്ട് ചമഞ്ഞുകൊണ്ട് 2 പേരെയും 2 വഴിക്ക് വെച്ചു വിട്ടു. അത് ചോദിക്കാൻ ചെന്നവരെന്നെ പത്രക്കാരെല്ലാം കൂടെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും പുരോഗമനം പറയുന്ന പത്രക്കാർ പോലും ഇതിൽ നിന്നും മുക്തരല്ല. മലപ്പുറം ആ ഭാഗങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ്. ഒരുത്തനെ അടിച്ചു കൊന്നു, സ്ത്രീയോടെ സംസാരിച്ചു എന്ന് പറയുന്നതിന് ആ ഭാഗത്ത് അതേ സമുദായത്തിൽപ്പെട്ടാണ്. അവരുടെ ഭർത്താവ് ഗൾഫിലെങ്ങുമായിരുന്നു. അപ്പോൾ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിഹിതം. അപ്പോൾ ഇത് ആരോഗ്യകരമായിട്ടുള്ളൊരു ബന്ധം പുരുഷനും സ്ത്രീയും തമ്മിൽ സാധിക്കില്ലേ? സാധിക്കുമെന്നാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ബെർക്ക്ലി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ ആരംഭിച്ച ഫ്രീ സ്പീച്ചിനും പകരമുള്ള ഒരു ഫ്രീ സെക്സ് എന്ന് പറയുമ്പോൾ അതൊരു അശ്ലീലമല്ല. തമ്മിൽ ഇഷ്ടപ്പെട്ടവർ തമ്മിൽ, ഇവിടെ ബലാത്സംഗങ്ങൾ ഉണ്ടാകുന്നതും ഈ സെക്ഷുവൽ സ്റ്റാർവേഷൻ കൊണ്ടാണ്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ബന്ധങ്ങളിൽ ഏർപ്പെടുക. അതിൽ 20 മുതൽ 45 വയസ്സ് വരെയുണ്ട്. അതൊരു ഓർഗി പോലെ, ഒരു ഉത്സവം പോലെ സ്വകാര്യമായിട്ടൊരു സ്ഥലത്ത് ആളുകളിങ്ങനെ പങ്കാളികളായിക്കൊണ്ട് അത് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നേതാവെന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ വംശജനാണ്. റിച്ചാർഡ് തെയ്ൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. റിച്ചാർഡ് തെയ്ൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈസ്റ്റ് ബേ സെക്ഷൽ ഫ്രീഡം ലീഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര്. അദ്ദേഹം പറഞ്ഞ കാര്യം കുറച്ച് ഫിലോസഫിയും കൊണ്ടുള്ളതാണ്. മാൻ വിൽ ഓൺലി ബിക്കം ഫ്രീ വെൻ ഹി ക്യാൻ ഓവർകം ഹിസ് ഓൺ ഗിൽറ്റ് ആൻഡ് വെൻ സൊസൈറ്റി സ്റ്റോപ്സ് ട്രൈങ് ടു മാനേജ് ഹിസ് സെക്സ് ലൈഫ് ഫ്രം ഹിം. ഒരാളുടെ ലൈംഗിക ജീവിതം എന്ന് പറഞ്ഞാൽ അയാളുടേതാണ്. സമൂഹം അതിലിടപെടാൻ പാടില്ല. അങ്ങനെ മാത്രമേ മനുഷ്യൻ മുക്തനാവൂ എന്നാണ്. വിമൻസ് ഇമാൻസിപ്പേഷൻ എന്നുള്ള കൃതി എഴുതിയത് നമുക്കറിയാവുന്ന മേരി വിൻസ്റ്റൺ ക്രോഫ്റ്റാണ്. അത് ഈ സെക്ഷൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടല്ല, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് സെക്ഷൽ ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും വിട്ടുകൊടുക്കണം. ഇതിന് സമാനമായ രീതിയിലാണ് ആ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറും പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. I seriously doubt that this is a violation of anyone's freedom. ഇവരിങ്ങനെ ചെയ്തോട്ട്
അതാരുടെയും സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഇവിടെ ആണെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? സദാചാര പോലീസെല്ലാം കൂടെ ലാത്തി ചാർജും അതുപോലെ തന്നെ ഗ്രനേറ്റും അതുപോലെ തന്നെ പിന്നെ ഇതുണ്ടല്ലോ വാട്ടർ ക്യാനൻസും എല്ലാം കൂടെ ആയിട്ട് നേരിട്ടില്ലേ അവർ? പലപ്പോഴും നമ്മുടെ സമൂഹത്തിലേക്കും കേരളത്തിലേക്കും ഇങ്ങനെയൊക്കെ ഒരു ഫ്രീ സെക്സ് വേണം എന്ന് പറഞ്ഞ് വരുന്ന ഒരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. കാരണം അതായത് ഇത്തരത്തിൽ കേരളത്തിലും വേണമെന്ന് അവകാശപ്പെടുന്ന ചില ഒരു ഗ്രൂപ്പും ആൾക്കാരുണ്ട്. കാരണം മറ്റൊന്നുമല്ല ഈ പറയുന്നത് പോലെ പീഡനവും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ നേരെയുള്ള അതിക്രമണങ്ങളും പാവപ്പെട്ട സ്ത്രീകളുടെ നേരെയുള്ള ഇത് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ലൈംഗികമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ഇപ്പം ലൈംഗിക തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചാൽ മറ്റുള്ളവർ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളും മരണങ്ങളും ഒക്കെ ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെയും ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് വരെ. കാരണം ഒരു ഫ്രീ സെക്സ് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ കൗമാരക്കാരായിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അത് ഏതറ്റവും കഴിഞ്ഞ് അതിനപ്പുറം പോകുമ്പോൾ അവിടെയും ഈ പറയുന്ന ആക്രമണങ്ങളും അവിടെ ഈ പറയുന്ന ദുരന്തങ്ങളും ഒക്കെ പെൺകുട്ടികൾക്ക് ഉണ്ടായിക്കൂടാ എന്നുള്ളതില്ലല്ലോ. തീർച്ചയായിട്ടും അത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഒരു വഴക്കുമില്ലാതെ ഈ ഫ്രീ സെക്സിൽ ഏർപ്പെടുന്ന ഒരു ആശ്രമം കേരളത്തിലുണ്ട്. വടകരയിലാണ് ആശ്രമം. അതിനകത്ത് മറ്റുള്ള ആർക്കും പ്രവേശനമില്ല. അവിടെ ഇത് സ്വൈര്യമായിട്ട് നടക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ലാതെ തന്നെ. വെളുത്ത വസ്ത്രം മാത്രമേ ആൾക്കാർ അണിയൂ, ഒരു സന്യാസം പോലെയാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം, ഭാരതീയ തത്വചിന്ത പ്രകാരം ഫിലോസഫിക്കലി രതി എന്ന് പറയുന്ന ഒരു പാപമല്ല. വാത്സ്യായനൻ്റെ കാമശാസ്ത്രം രതി പാപമാണെങ്കിൽ അങ്ങോട്ട് പുസ്തകം ഒഴിവും, അത് അടിച്ചമർത്തപ്പെടേണ്ടതും അല്ലെന്നാണ് വാത്സ്യായന മഹർഷി പറയുന്നത്. മഹർഷിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ രജനീഷ്, ആചാര്യ രജനീഷ്, അദ്ദേഹത്തിൻ്റെ പൗനാർ ആശ്രമത്തിൽ ഞാൻ പോയിട്ടുള്ളതാണ്. എത്ര മാന്യമായ വസ്ത്രധാരണത്തിലാണ് മദാമ്മമാർ. ഒരു ജർമ്മൻ മദാമ്മയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്, സുഹൃത്തിനോടൊപ്പം വന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ലേഖനം ഞാൻ സന്ദർശിച്ച വർഷങ്ങൾക്ക് മുമ്പാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മംഗളത്തിൽ, അന്ന് മംഗളം തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിലൊരു ലേഖനം വരികയും ചെയ്തു എൻ്റെ സൺഡേ മംഗളത്തിൽ. അപ്പോൾ അത് അവിടെയൊക്കെ ഈ ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പോലെ ഫ്രീ ആയിട്ട് അങ്ങ് സെക്സ് തോന്നുന്ന പോലെ അല്ല. മറ്റു പല കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ആഹാരത്തിൻ്റെ കാര്യത്തിൽ, യോഗയുടെ കാര്യത്തിൽ, അതുപോലെ മനോനിയന്ത്രണം. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആനന്ദാവസ്ഥ നമുക്ക് പ്രാപിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസ് ചെയ്യുക. ഈ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഒന്ന് എന്ന് പറയുന്നത് സെക്സാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അത് ഒരു വൃത്തികെട്ട രീതിയിലുള്ള ലൈംഗികതയല്ലത് പാശ്ചാത്യർ പലരും വിചാരിക്കുന്നത്. അതുകൊണ്ട് മോഹൻലാൽ മാതൃഭൂമി വാരാന്തപ്പതിപ്പിൽ ഒരു പരമ്പരയായിട്ട് ആചാര്യ രജനീഷിനെ കുറിച്ച് എഴുതി. 50 റോൾസ് റോയ്സ് കാറാണ് അദ്ദേഹത്തിനുള്ളത്. സായിപ്പന്മാർ കൊടുക്കുന്ന സംഭാവനയായിരിക്കും അത്. റോൾസ് റോയ്സിൻ്റെ ഒരു ഇഷ്ടക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആരാധകനാണ് നമ്മുടെ മോഹൻലാൽ, ആചാര്യ രജനീഷിൻ്റെ. അദ്ദേഹം പറയുന്നത് കേട്ടാൽ ഋഷി തുല്യനായ ഒരു വ്യക്തി. എനിക്കും അങ്ങനെയാണ് അദ്ദേഹത്തെപ്പറ്റി. ഞാൻ പോയപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറഞ്ഞു, വിദേശിയാണ്, ഒരു ആചാര്യനും അദ്ദേഹം ദൈവതുല്യനായ വ്യക്തിയുമാണെന്നാണ് ഈ മനുഷ്യൻ എന്നോട് സംഭാഷണത്തിൽ പറഞ്ഞത്. ആ സംഭാഷണം എല്ലാം ആവർത്തിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ എലിപ്പത്തായം എന്നൊരു സിനിമയുണ്ട്, രഞ്ജിനി കണ്ടിരിക്കും. ആ എലിപ്പത്തായത്തിൽ ശാരദയുടെ കഥാപാത്രത്തിൻ്റെ പേരറിയില്ല. അവസാനം എങ്ങനെയാണ് മരിക്കുന്നത്? ശാരദ വയറുവേദന വന്നു. വയറുവേദന വരാൻ കാര്യം എന്താണ്? കല്യാണം കഴിഞ്ഞിട്ടില്ല. വിധവയായിട്ട് ഉണ്ടാവുന്ന ഒരവസ്ഥയാണത്. നമ്മളിപ്പോൾ പുരുഷാർത്ഥം എന്നൊക്കെ പറയുന്ന പോലെ സ്ത്രീക്കും അവളുടേതായിട്ടൊരു സ്വത്വമുണ്ട്. അവൾക്ക് ആവശ്യം, ജീവിതത്തിൻ്റെ ആ പൂർണ്ണതയ്ക്ക് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിറവേറ്റപ്പെടാത്ത ശരീരം തന്നെ പ്രതികരിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ആ സിനിമയിലൂടെ അരൂർ ഗോപാലകൃഷ്ണനാണ് സംവിധായകൻ, അദ്ദേഹം വിവരമില്ലാത്ത ആളല്ലല്ലോ. അങ്ങനെ ഒരു മരണത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നത്. സമയത്തിന് ആങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തില്ല. ആങ്ങളെയായിട്ട് അതിൽ അഭിനയിക്കുന്ന കരമന ജനാർദ്ദൻ നായർ. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ തന്നെയാണ്. ഇത് ഓവറായാലും കുറിച്ച് രഞ്ജിനി പറഞ്ഞ പോലെ ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനെ ഫ്രീ സെക്സ് എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കുടുംബ ബന്ധങ്ങൾ തകരും, ഇല്ലേ? ഈ മക്കൾക്ക് അച്ഛനോടും അമ്മയോടും കൂടുതൽ ഇഷ്ടമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവരൊരുമിച്ചൊരു കുടുംബജീവിതം നയിക്കുന്നു. വേറെ വഴിക്ക് പോയി വേറെ ഒന്നിനോടാണ് അവരുടെ ഫോക്കസ്, കുടുംബത്തോട് ഫോക്കസ് വരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയിൽ ഫോക്കസ് വരുന്നു, ഭാര്യയ്ക്ക് എന്നിൽ ഫോക്കസ് വരുമ്പോഴാണ് കുടുംബം ശിഥിലമാവാതിരിക്കുന്നത്. അതിലൊരു അപകടമുണ്ട് അവിടെ. അത് വളരെയധികം ചിന്തിച്ച് അതിനൊരു പരിഹാരം കാണേണ്ടതുമാണ്. അതോടൊപ്പം തന്നെ ഈ സെക്ഷൽ സ്റ്റാർവേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം ഈ പറഞ്ഞ കുട്ടികൾക്ക് നേരെയുള്ള പീഡയായിട്ടും അതുപോലെ തന്നെ ഞരമ്പ് രോഗമായിട്ടും ഒക്കെ വന്ന് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അവസ്ഥയ്ക്കും
മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. മനോരമയുടെ ചർച്ചയിൽ അതിനൊരു പരിഹാരമൊന്നും പറഞ്ഞിട്ടില്ല. സദാചാര പോലീസിനെ പറഞ്ഞിട്ടുള്ളൂ. സദാചാര പോലീസിൻ്റെ ഇടപെടൽ വേണ്ട, അതെല്ലാം തീരുമാനമായ കാര്യമാണ്. പക്ഷേ അതിനപ്പുറം ആരോഗ്യകരമായിട്ടുള്ള ലൈംഗിക ജീവിതവും അതുപോലെ സ്ത്രീ പുരുഷ ബന്ധവും നിയന്ത്രണങ്ങളോടെയുള്ള സ്ത്രീ പുരുഷ അടിച്ചമർത്തലോടെ അല്ലാത്ത സ്ത്രീ പുരുഷ ബന്ധവും എങ്ങനെ സാധ്യമാകും എന്നുള്ള ഒരു നോളജ് സൊസൈറ്റിയാണ് കേരളം എന്നാണ് പറയുന്നത്. അങ്ങനെ സൊസൈറ്റിയിൽ ഉണ്ടാവാം എന്നുള്ളതിനെക്കുറിച്ച് വാസ്തവത്തിൽ അതിനെക്കുറിച്ചൊരു ഡിബേറ്റ് കേരള ഗവൺമെൻറ് ഈ നവംബർ 1 സംഘടിപ്പിച്ചിരുന്നെങ്കിൽ അത് വളരെ ആശ്വാസപ്രദമായിരിക്കും. കാരണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എല്ലാവരും അച്ഛനമ്മമാർ വിമുഖരാണ്, അതുപോലെ തന്നെ അധ്യാപകർ വിമുഖരാണ്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. പ്രശ്ന പരിഹാരത്തിന് ഇവരെ ആശ്രയിക്കുന്നത് ഇൻ്റർനെറ്റിനെ. അവിടെ അപകടത്തിൻ്റെ ചതിക്കുഴികളേ ഉള്ളൂ. അപ്പോൾ ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം ഈ കാര്യത്തിൽ കിട്ടേണ്ടതാണ്. ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അവയെല്ലാം കൂടി ബാലൻസ് ചെയ്യുന്ന തരത്തിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാവേണ്ടതുമാണ്. കേരളീയ സമൂഹം മൊത്തത്തിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി കൂടിയാണിത്. ആ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഗോവിന്ദച്ചാമിമാരും മറ്റും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു നാളെ ഉണ്ടാക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ യൂത്ത് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സദാചാര പോലീസ് കളിക്കേണ്ട, അത്തരത്തിൽ ആരും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നിടത്തും ഒരു അപകടം പതുങ്ങിയിരിപ്പുണ്ട്. ചിലയിടങ്ങളിലൊക്കെ സദാചാര പോലീസ് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പെൺകുട്ടികൾക്കും അപകടം വരും. അത്തരത്തിൽ അവിടെ ആരും കാണത്തില്ല എന്ന് ഒരു തുണയായി. അപ്പോൾ സദാചാരമില്ല എന്ന് പറയുന്നിടത്തായിരിക്കും ചിലപ്പോൾ ഈ കാട്ടിലും മേട്ടിലും ഒക്കെ കൊണ്ടുവന്ന് പെൺകുട്ടികൾക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും കൊല വിളിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അല്പമൊക്കെ സൊസൈറ്റി ഇതിനകത്ത് ഒരു കണ്ണൊക്കെ വെക്കുന്നതും നല്ലത് തന്നെയാണ്. പക്ഷേ അങ്ങനെ കണ്ണ് വെക്കാതെ ഇരിക്കണമെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ചില ഈ പറയുന്ന നിയമങ്ങൾ കൊണ്ടുവരണം. അത് ഫ്രീ സെക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിന് കൃത്യമായുള്ള അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ അത് ചില കോർണറിൽ മാത്രം ചില പ്രത്യേക ഇപ്പോൾ റെഡ് സ്ട്രീറ്റ് പോലുള്ള സ്ഥലങ്ങളുണ്ട്, അത്തരത്തിലുള്ള കോർണറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധിവരെ പെൺകുട്ടികളും രക്ഷപ്പെടും. ഈ പറയുന്നത് പോലെ തന്നെ കുഞ്ഞു കുട്ടികൾ മേലുള്ള ആക്രമണങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് സംരക്ഷിക്കാൻ അത് ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഇതിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ സാധിക്കും. പക്ഷേ ഇതിനൊക്കെ വലിയ വലിയ ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ രണ്ടുപേരും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ കൊച്ചു കേരളത്തിലും കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായം ചെന്ന സ്ത്രീകൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കൊച്ചു സംസ്ഥാനവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഈ പരിഹാരങ്ങളെ പറ്റി പറയുമ്പോൾ അതിന് പറ്റിയ ഒന്നാണ് യോഗ എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൽ ഏർജ് ഇല്ലാതാക്കുന്നില്ല, പക്ഷേ അതിനെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി അത് വർദ്ധിപ്പിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് യോഗ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും കുട്ടിക്കാലം മുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു പെർവേർഷനിലേക്കും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ബലാത്സംഗങ്ങളിലേക്കും റേപ്പിലേക്കും ഒക്കെ പോകാത്ത തരത്തിലേക്ക് ഉള്ളൊരവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിനും കൂടി പ്രയോജനപ്രദമാണ് യോഗ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സെക്സ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഈ ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രഭാവം കാരണം ഈ പറയുന്നത് പോലെ മനസ്സിൻ്റെ വൈകൃതങ്ങൾ അങ്ങ് ഏറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. നന്ദി സാർ.